തെരഞ്ഞെടുപ്പ് ഫലം വന്നു. ആകാംക്ഷയുടെ മുൾമുനയിലായിരുന്ന കേരളം തെരഞ്ഞെടുപ്പ് ഫലം ആസ്വദിക്കുകയാണ്. 3 ഇടങ്ങളിൽ, ചേലക്കരയിൽ, അതുപോലെ വയനാട്ടിൽ, അതുപോലെ പാലക്കാട്, 3 മണ്ഡലങ്ങളിലും ജനം പ്രതീക്ഷിച്ചിരുന്ന ഫലമാണ് വന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം. വയനാട് അറിയാം, രാഹുൽ ഗാന്ധി പാർലമെൻറ്റിലേക്ക് 2 സ്ഥലങ്ങളിലും മത്സരിച്ചു. അദ്ദേഹം 2 മണ്ഡലങ്ങളിലും വിജയിച്ചു. അങ്ങനെയാണ് വയനാട് അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ വയനാട് ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരിയായ പ്രിയങ്ക ഗാന്ധി വയനാട് വന്നു. സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത് മത്സരിച്ചപ്പോൾ തന്നെ അറിയാം, പ്രിയങ്ക ഗാന്ധിക്ക് രാഹുലിനൊപ്പമോ രാഹുലിനേക്കാളോ ഭൂരിപക്ഷം ലഭിക്കുമെന്ന്. മറ്റ് ഇരു മുന്നണികളും അവിടെ പ്രചരണം വളരെ മന്ദഗതിയിലാക്കിയിരുന്നു. വളരെ മോശം പ്രചരണമായിരുന്നു. വയനാട് മുമ്പ്, അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ 73.57% പോളിംഗ് റേറ്റ്, അതായത് 73.57. എന്നാൽ ഇത്തവണ 2024 മാസത്തിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടുത്തെ പോളിംഗ് ശതമാനം 64.27. എത്രയോ ആളുകളുടെ കുറവുണ്ട്, എത്രയോ വോട്ടുകളുടെ കുറവുണ്ട്. അവിടെയാണ് പ്രിയങ്ക ഗാന്ധി മിന്നുന്ന വിജയം കാഴ്ചവെച്ചത്. അതായത് അവിടെ പോൾ ചെയ്ത വോട്ടിൻ്റെ സിംഹഭാഗവും പ്രിയങ്ക ഗാന്ധിക്ക് തന്നെ ലഭിച്ചു. അത് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന വോട്ട് തന്നെയാണ്. കോൺഗ്രസ് അല്ലെങ്കിൽ UDF പ്രതീക്ഷിച്ചിരുന്ന വിജയം തന്നെയാണ്. അവിടെ ലീഗിൻ്റെ വോട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് മുന്നണികളുടെ വോട്ട്, എല്ലാ വോട്ടുകളും കൃത്യമായി പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു. പിന്നെ പ്രിയങ്ക ഗാന്ധിയോട് ഇഷ്ടമുള്ള ബഹുഭൂരിപക്ഷം ആളുകളുണ്ട്. CPM-ലുണ്ട്, CPI-യിലുണ്ട്, അതുപോലെ BJP-യിലുണ്ടാകാം. അവരൊക്കെയും പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് ഇത്രയും മഹാഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കാൻ കാരണമായത്. അതുപോലെ തന്നെ ചേലക്കരയിൽ 2021 77.40 ആണ് പോളിംഗ് ശതമാനം. 77.40. ഇത്തവണ ഉള്ളത് 72.24. ഏകദേശം 5% വോട്ടിൻ്റെ കുറവുണ്ട്. പോൾ ചെയ്യപ്പെട്ട വോട്ടുകളിൽ 5% കുറവുണ്ട്. കഴിഞ്ഞ തവണ K. രാധാകൃഷ്ണൻ ജയിച്ചത് ഏകദേശം 39,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു ശ്രീ K. രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. ഇത്തവണ ഭൂരിപക്ഷം കുറഞ്ഞു. അത് വേണമെങ്കിൽ UDF-ന് അവകാശപ്പെടാം. ഞങ്ങൾ അവിടെ നേട്ടമുണ്ടാക്കി, രമ്യ ഹരിദാസ് അവിടെ വോട്ടുകൾ കൂടുതൽ ലഭ്യമാക്കി എന്ന് പറഞ്ഞ് തങ്ങൾ വളർന്നുവെന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. എങ്കിലും വിജയം LDF-നൊപ്പമാകുമ്പോൾ 5% വോട്ടിൻ്റെ കുറവ് കണക്കാക്കുമ്പോൾ തീർച്ചയായും ചേലക്കരയിൽ UR പ്രദീപ് മിന്നുന്ന വിജയം കരസ്ഥമാക്കിയത് ഉഗ്രൻ പോരാട്ടം നടത്തിയിട്ടാണ്. ശക്തമായ ത്രികോണ മത്സരത്തെ അതിജീവിച്ച് തന്നെയാണ് UDF-ൻ്റെ നുണപ്രചരണങ്ങളെ, മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ നുണപ്രചരണങ്ങളൊക്കെ ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങൾ, ചേലക്കരയുടെ ജനങ്ങൾ UR പ്രദീപിന് വോട്ട് ചെയ്തെങ്കിൽ, ചെങ്കൊടിക്ക് വോട്ട് ചെയ്തെങ്കിൽ, ആ മണ്ണിൻ്റെ ചുവപ്പ്, ആ ചെങ്കോട്ട കാക്കാൻ UR പ്രദീപിന് കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെയാണ് UR പ്രദീപിന് വോട്ട് ചെയ്തിട്ടുള്ളത്. അത് പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും ഇത്രയും വോട്ട് അദ്ദേഹം നേടിയെങ്കിൽ K. രാധാകൃഷ്ണൻ നേടിയ തിളക്കമാർന്ന വിജയത്തിൻ്റെ അത്രയും മഹാഭൂരിപക്ഷത്തിൻ്റെ അതിനൊപ്പം തിളക്കമാർന്ന വിജയം തന്നെയാണ് UR പ്രദീപ് നേടിയിട്ടുള്ളത്. ഇനി പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമൊന്ന് പരിങ്ങലിലായിരുന്നു. അതായത് BJP കോട്ടകൾ പാലക്കാട് നഗരസഭയിലെ വാർഡുകളിലെ വോട്ടെണ്ണുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിങ്ങലിലായിരുന്നു. കാരണം ആദ്യം ലീഡ് നില നേരത്തെ പോലെ തന്നെ E. ശ്രീധരൻ മത്സരിച്ചപ്പോൾ ഉള്ളതുപോലെ തന്നെ അവിടെ വോട്ട് നില പാലക്കാട് നഗരസഭയിൽ എണ്ണുമ്പോൾ BJP സ്ഥാനാർത്ഥിയായിരുന്നു മുന്നിൽ നിന്നത്. ഇടയ്ക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മിന്നിമഞ്ഞ് പോയെങ്കിലും വീണ്ടും BJP കാൻഡിഡേറ്റായ ശ്രീ കൃഷ്ണകുമാറിനായിരുന്നു ലീഡ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പാലക്കാട് നഗരസഭയുടെ അവസാന ലാപ്പ് എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏകദേശം 1600 വോട്ടുകളുടെ ഭൂരിപക്ഷം അവിടെ സ്വന്തമാക്കി. അത് BJP-യുടെ വോട്ടുകൾ കാര്യമായി കോൺഗ്രസിലേക്ക് ചോർന്നു എന്നതാണ്. അവിടെ P. സരിന് 120-ഓളം 150-200 വോട്ടുകൾ P. സരിന് CPM-ൻ്റെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് BJP-ക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ കോൺഗ്രസിലേക്കും CPM-ലേക്കും പോയിട്ടുണ്ട്. E. ശ്രീധരന് കിട്ടിയ നിഷ്പക്ഷമതികളുടെ വോട്ടാണ് അത് എന്ന കാര്യം സ്പഷ്ടമാണ്. പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ, അതായത് 2021 73.71% പോളിംഗ്. 73.71. ഇക്കുറിയാണെങ്കിലോ, അതായത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ പോളിംഗ് 70.51%. 70.51%. അപ്പോൾ വളരെയധികം വോട്ടിൻ്റെ പോളിംഗ് ശതമാനം കുറവാണ്. എങ്കിലും കോൺഗ്രസ്സിന് അവിടെ ലീഡ് ഉയർത്താൻ കഴിഞ്ഞു. അവിടെ മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. സരിന് അവിടെ യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അത് ഇടതുമുന്നണിക്ക് ശക്തമായ ക്ഷീണം സംഭവിച്ചു പാലക്കാട് എന്നതിന് തെളിവാണ്. പാലക്കാട് മുമ്പ് VS അച്യുതാനന്ദൻ്റെയൊക്കെ പുഷ്കലകാലത്ത് പാലക്കാട് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. MP രാജേഷ് കമ്മ്യൂണിസ്റ്റ് കോട്ടയുടെ ഭാഗമായിരുന്നു. അങ്ങനെ പല നേതാക്കളും, പുതുതലമുറയിലെ നേതാക്കളും പഴയ തലമുറയിലെ നേതാക്കളും പാലക്കാട് മണ്ണ് ചുവപ്പിച്ചതാണ്. പക്ഷേ കാലാന്തരത്തിൽ പാലക്കാട് കോൺഗ്രസിലേക്കും അതുപോലെ തന്നെ BJP-യിലേക്കും
കൂറുമാറിപ്പോയി, ചുവട് മാറ്റിപ്പോയി. കോൺഗ്രസിന് മേൽക്കൈയുള്ള മണ്ഡലങ്ങളായി മാറി. BJPക്ക് ശക്തിയുള്ള മണ്ണായി പാലക്കാട് നഗരസഭ മാറി. പാലക്കാട് നഗരസഭ 2 തവണയായി ഭരിക്കുന്നത് BJP ആണ്. ഇതൊക്കെ CPMന്റെ ക്ഷീണം സംഭവിച്ചു എന്നതിന് തെളിവാണ്. CPM അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയാണ് സ്ഥാനാർത്ഥിയാക്കി തോറ്റിരുന്നുവെങ്കിലും ഒരുപക്ഷെ അഭിമാനിക്കാൻ ഇടയുണ്ടായിരുന്നു. എന്നാൽ BJP അവിടെ നിർത്തിയത് കോൺഗ്രസിൽ നിന്ന് സീറ്റ് ലഭിക്കാതെ പിണങ്ങി പോന്ന ഡോക്ടർ പി സരിൻ മോശപ്പെട്ട സ്ഥാനാർത്ഥിയല്ല. വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടും രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടും അല്ലെങ്കിൽ എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് പെരുമാറാൻ അറിയാവുന്നത് കൊണ്ടും പി സരിൻ മോശപ്പെട്ട സ്ഥാനാർത്ഥി എന്നല്ല. പക്ഷേ പി സരിനെ പെട്ടെന്ന് നിർത്തിയത് അവിടെയുള്ള ഇടതുമുന്നണിയിലെ ആളുകൾക്ക് പോലും അനിഷ്ടമുണ്ടാക്കി. പലരും വിമതസ്വരം ഉയർത്തിയിരുന്നു. ഇത് വേണമോ വേണ്ടയോ എന്ന ചിന്തയുണ്ടായിരുന്നു. പോരാത്തതിന് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ആളിനെ കോൺഗ്രസ്സുകാർ ആദ്യമൊക്കെ സപ്പോർട്ട് ചെയ്തെങ്കിലും DCCയിലെ ഒരു വിഭാഗമൊക്കെ സരിനെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നെങ്കിലും പിന്നീട് കോൺഗ്രസ് നേതാക്കളൊക്കെ സരിനെ കൃത്യമായ അകലം പാലിച്ചു. സരിനെ തള്ളി തന്നെ പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, സന്ദീപ് വാര്യർ BJPയിൽ നിന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയപ്പോൾ കുറേ വോട്ടുകൾ കൂടി കൊണ്ടുപോയി എന്നതിന് തെളിവ് കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിജയം. സന്ദീപിനെ കോൺഗ്രസിലെടുത്തത് കോൺഗ്രസിന് ഗുണമായി. അതേ അവസരം ഡോക്ടർ പി സരിനെ ഇടതുമുന്നണിയുടെ ഭാഗമാക്കി മത്സരിപ്പിച്ചത് CPMനും ഇടതുമുന്നണിക്കും ക്ഷീണമാവുകയും ചെയ്തു പാലക്കാട്. ഇതാണ് 3 മണ്ഡലങ്ങളിലെയും ഒരു ഏകദേശ ചിത്രം ഇപ്പോൾ തെളിഞ്ഞ് കാണാവുന്നത്. പാലക്കാട് സരിൻ്റെ വിജയവും, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയവും, അതുപോലെ വയനാട് പ്രിയങ്ക ഗാന്ധിയുടെ വിജയവും, ചേലക്കരയിൽ UR പ്രദീപിൻ്റെ വിജയവും ഇരു മുന്നണികളും ആഘോഷിക്കുമ്പോൾ ഇവർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നഷ്ടം സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നതാണ് ശരി. കാരണം വയനാട് UDFന്റെ കയ്യിലുള്ള മണ്ഡലം തന്നെയായിരുന്നു, UDF തന്നെ വിജയിച്ചു. പാലക്കാട് UDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, അവിടെ UDF തന്നെ വിജയിച്ചു. ചേലക്കരയിൽ CPM ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു, LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു, അവിടെ ഇടതുമുന്നണി തന്നെ വിജയിച്ചു. ചുരുക്കത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടോ പാർലമെന്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടോ കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും മാറി മറിഞ്ഞു മാറ്റങ്ങൾ സംഭവിച്ചുവെന്ന് ഉപരിപ്ലവമായി പറഞ്ഞു പോകാൻ കഴിയില്ല. സാങ്കേതികത്വത്തിൻ്റെ പേരിൽ UDF കുറേ മെച്ചപ്പെട്ടു, കൂടി UDFന് കുറേ വോട്ട് നേട്ടമുണ്ടാക്കി എന്ന് പറയാൻ കഴിയുമെങ്കിലും, അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ട് സരിൻ CPMൽ ചേർന്നുവെന്നോ സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നുവെന്നോ പറയാൻ കഴിയുമെങ്കിലും ഇതുകൊണ്ട് നിയമസഭയിലെ സീറ്റ് വ്യത്യാസം വരുന്നില്ല, പാർലമെൻറ്റിലും അംഗബലം കൂടുന്നില്ല. ഇന്ത്യ മുന്നണിക്ക്, കേരളത്തിൽ ഇടതുമുന്നണിക്കോ വലതുമുന്നണിക്കോ അംഗബലം നിയമസഭയിലും കൂടുന്നില്ല.